ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഓയിൽ, പിന്നെ സോഡാപ്പൊടിയും കുറച്ച് ഉപ്പും, പിന്നെ കൊക്കോ പൗഡർ 2 ടീസ്പൂണും കൂടി, പിന്നെ 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. 5 കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനിതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്യാണ്. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഒഴിച്ച് കൊടുക്കുക. പഞ്ചസാര ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, പകുതിയാക്കി ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലോണം ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ബാക്കി എടുത്ത് വെച്ച പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ മുട്ട നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടി ബീറ്റ് ചെയ്യുക. ചെറുതായിട്ട് അങ്ങനെ ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നായിട്ട് കൂട്ടി അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരിക്കുന്ന മൈദ അരിച്ചെടുക്കുകയാണ്. കൊക്കോ പൗഡറും മൈദ എല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്കതൊന്ന് കുത്തി ഇളക്കാതെ മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള കൊക്കോ പൗഡർ ബാക്കിയുള്ളത് കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾക്കിനി ക്രീം റെഡിയാക്കാനുള്ളത് ചെയ്യാട്ടോ. ആദ്യം ബൗളും വിസ്കും നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം, എന്നാലേ ക്രീം ഒന്ന് കട്ടിയായി വരുള്ളൂ. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു കപ്പ് ക്രീമാണ് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ കേക്കും അതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 3 ലെയർ ആക്കിയിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്.
ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 3 ലെയറിലും ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ ലെയറിലും ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതുമേലും ക്രീം അപ്ലൈ ചെയ്യുക. അപ്പോൾ ക്രീം എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുത്തിട്ടല്ല ഇത് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. കുറഞ്ഞ ചിലവ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സൂപ്പർ കേക്കായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.